സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 6 മുതൽ 9 വരെ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്നറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. കർത്താവിൽ പ്രിയർ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6 മുതൽ 9 വരെ അബ്രഹാമിലൂടെ അഥവാ അബ്രഹാമിൻ്റെ വിശ്വാസത്തിലൂടെ എങ്ങനെ ജാതികളായ നാം അനുഗ്രഹിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഞാൻ വിശദീകരിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. തുടർന്ന് നാം അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ കാണുന്നത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ആ വാഗ്ദാനം അബ്രഹാം വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ആ വേദഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഗലാത്യർ 3:6 പറയുകയാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതായത് ദൈവം അബ്രഹാമിൽ വിശ്വസിച്ച, അഥവാ ദൈവം അബ്രഹാമിലൂടെ നൽകിയ വാഗ്ദത്തം വിശ്വസിച്ച എല്ലാ മർത്യർക്കും രക്ഷ വാഗ്ദാനം ചെയ്യുമെന്നാണ് നാം കാണുന്നത്. എന്താണ് ദൈവം അബ്രഹാമിൽ നിക്ഷേപിച്ച വിശ്വാസം? ആ വിശ്വാസം കർത്താവായ യേശു ക്രിസ്തുവിലുള്ളതാണ്. ന്യായപ്രമാണം ആദ്യം രക്ഷയ്ക്കായി നൽകിയിരുന്നതാണ്. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ കുറവിനെ, ബലഹീനതയെ, അപര്യാപ്തതയെ ഗലാത്യർ 2:16 നാം കാണുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ് അവിടെ കാണുന്നത്. ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനായിരിക്കണം. എന്നാൽ ന്യായപ്രമാണം പരിപൂർണമായി അനുസരിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. യാക്കോബ് എഴുതിയ ലേഖനം 2:10 പറയുന്നു, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ സകലത്തിനും കുറ്റക്കാരനായി തീർന്നുവെന്ന്. അഥവാ ന്യായപ്രമാണം മുഖാന്തരം ദൈവം ആയിരക്കണക്കിന് മുന്നറിയിപ്പുകളും ആജ്ഞകളും അരുളപ്പാടുകളും കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രസ്താവിച്ചു. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നും പറഞ്ഞു. എന്നാൽ മനുഷ്യൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുവാൻ അവന് കഴിയില്ല. ഇവിടെയാണ് നമുക്ക് സുവിശേഷം ആവശ്യമായിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് യേശുവിനെ ആവശ്യമായിരിക്കുന്നത്. ന്യായപ്രമാണത്താൽ സാധിക്കാത്തതിനെ ക്രിസ്തു യേശു മൂലം
നമുക്ക് ദൈവം സാധ്യമാക്കി തന്നു. കേവലം നമുക്ക് ക്രിസ്തു യേശുവിലുള്ള ആ യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ് ദൈവം ചോദിക്കുന്നത്. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം നമ്മെ നിത്യജീവനിലാക്കി തീർക്കുന്നു. ആമേൻ.